മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് സ്വർഗത്തെക്കുറിച്ച്, സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച്, ആ സ്വർഗത്തിന്റെ പദവികളും പഴങ്ങളും അരുവികളും കൊട്ടാരങ്ങളും അള്ളാഹു ഒരു അടിമയ്ക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന ആ വിശാലമായ സ്വർഗത്തെക്കുറിച്ച് നബിതങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. നബിതങ്ങൾ ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ സ്വഹാബത്ത് അത് ഉൾക്കൊള്ളാൻ കഴിയാതെ വളരെ അത്ഭുതകരമായി ഇങ്ങനെ കണ്ണു തള്ളിയിട്ടിരിക്കാൻ നബിതങ്ങൾ പറയുന്നത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം സ്വർഗം അങ്ങനെ ഈ 2023 ജീവിക്കുന്ന ബുദ്ധി കൂടി എന്ന് പറയുന്ന നമ്മളോട് പറഞ്ഞാലും നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ നമുക്ക് സ്വർഗം തിരിയൂല. ഇനി എത്ര ചിന്തിച്ചാലും തിരിയില്ല. ഖുർആൻ തന്നെ അത് വ്യക്തമായി പറയുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ഉദാഹരണം പറഞ്ഞാൽ സ്വർഗത്തിൽ ഒരു മരമുണ്ടത്ര. ഇന്ന ഫിൽ ജന്നത്തിലെ ഷജറ. നബിതങ്ങൾ പറയുന്ന സ്വർഗത്തിൽ ഒരു തണൽ വൃക്ഷമുണ്ട്. ആ സ്വർഗത്തിലെ ഒരു മരത്തിന്റെ ചുവട്ടിലൂടെ ഒരു മനുഷ്യൻ തന്റെ വാഹനപ്പുറത്ത് സഞ്ചരിക്കുകയാ, നടക്കുകയല്ല, വാഹനപ്പുറത്ത് സഞ്ചരിക്കുകയാ. ആ സ്വർഗത്തിലെ ഒരു മരത്തിന്റെ ചുവട്ടിലൂടെ ഒരു മനുഷ്യൻ 100 കൊല്ലം 100 വർഷം അവൻ സഞ്ചരിച്ചാലും ലാ യഖ്തഉഹാ, അവന് വിട്ടുകിടക്കാൻ കഴിയാത്ത വലുപ്പമുള്ള ഒരു മരം. 100 വർഷം സഞ്ചരിച്ചാലും വിട്ടുകിടക്കാൻ കഴിയാത്ത അത്രയ്ക്ക് വലുപ്പമുള്ള ഒരു മരം സ്വർഗത്തിലുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തരുമ്പോൾ നമ്മൾ നമ്മുടെ ബുദ്ധി കൊണ്ടൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. നമ്മുടെ ജീവിതത്തിൽ കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ മരം റോഡിന്റെ സൈഡിൽ നിൽക്കുന്ന ആലുമരമാണ്. അതിനേക്കാളും ഒരു വലിയ മരത്തെ നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ 100 കൊല്ലം ഒരു മനുഷ്യന് വാഹനത്തിൽ സഞ്ചരിച്ചാലും വിട്ടുകിടക്കാൻ കഴിയാത്ത വലുപ്പമുള്ള ഒരു മരം അള്ളാഹുവിന്റെ സ്വർഗത്തിലുണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് തിരിയുന്നില്ലെങ്കിൽ സ്വർഗത്തിലെ ഒരു മരത്തിന്റെ വലുപ്പം പോലും എത്ര വലുതാണെങ്കിൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിന്റെ വലുപ്പം പോലും എനിക്കും നിങ്ങൾക്കും ചിന്തിക്കാൻ കഴിയുന്നില്ലല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വഹാബത്തിനോട് ഇത് പറഞ്ഞു കൊടുക്കുകയാണ്. എല്ലാവരും അത്ഭുതത്തോടെ നബി തങ്ങളുടെ മുഖത്ത് നോക്കിയിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുന്നു, സ്വഹാബ, അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ പറ്റുന്ന ഒരു എളുപ്പവഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അള്ളാന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള ഒരു എളുപ്പവഴി പറഞ്ഞു തരട്ടെയോ? ബലാ യാ റസൂലല്ലാഹ്, അള്ളാന്റെ നബിയെ അവിടെ നിന്ന് പറഞ്ഞു തന്നാൽ തൃപ്പനച്ചി ഉസ്താദിന്റെ ഉറൂസിൽ കടന്നു വന്ന് എന്റെ പ്രിയപ്പെട്ടവരോട് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ച റബ്ബിന്റെ സ്വർഗമുണ്ടല്ലോ. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു ചെവിയും കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യനും ചിന്തിക്കാൻ കഴിയാത്ത അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ. ആ സ്വർഗത്തിലേക്ക് നിനക്ക് പെട്ടെന്ന് കടന്നു പോകാൻ കഴിയുന്ന ഒരു നന്മ പറഞ്ഞു തരട്ടെയോ? അള്ളാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്ത് ചോദിക്കുന്ന, നബിയേ, യാ റസൂലല്ലാഹ്, എന്താണ് നബിയേ, എന്താണ് നബിയേ അള്ളാന്റെ സ്വർഗത്തിലേക്ക് പെട്ടെന്ന് കടന്നു പോകാൻ കഴിയുന്ന നന്മ ഏതാണെന്ന് ചോദിക്കുമ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയോ? എന്ന് റൂസിന്റെ വാഴെല്ലാം കഴിഞ്ഞ് ദുആ ചെയ്ത സ്വലാത്ത് പറഞ്ഞു, നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു പോകുമ്പോ ആ നടന്നു പോകുന്ന വഴിയിൽ ഒരു കമ്പ് കിടക്കുകയാ. ആ നടന്നു പോകുന്ന വഴിയിൽ ഒരു കല്ല് കിടക്കുകയാണ്. നടന്നു പോകുന്നവർക്ക് ഉപദ്രവമായ എന്തെങ്കിലും ഒരു വസ്തു വഴിയിൽ കിടക്കുകയാ. ആ വഴിയിൽ കാണുന്ന വസ്തു നീ എടുത്ത് മാറ്റ്, നിനക്ക് സ്വർഗത്തിലേക്ക് എളുപ്പത്തിൽ പോകാൻ കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറഞ്ഞു കൊടുക്കുമ്പോ സ്വഹാബത്തിന് വല്ലാത്ത സന്തോഷമായി.